നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ മുണ്ടേരി ടൗണിലാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്നും കൽപ്പറ്റയിൽ ആര് ജയിക്കുമെന്നും മുണ്ടേരിയിലെ ജനങ്ങളോട് നമുക്ക് ചോദിച്ചു നോക്കാം. കൽപ്പറ്റയിൽ ഇലക്ഷൻ ആര് ജയിക്കുമെന്ന് വിശ്വസിക്കുന്നത്? കൽപ്പറ്റയിൽ PK അനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഭൂരിപക്ഷം കുറവാണെങ്കിലും ജയസാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. ജയസാധ്യത കൂടുതലാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ LDF വീണ്ടും വരുന്നതാണ് പറയുന്നത്. കേരളത്തിലൊരു 97 സീറ്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൽപ്പറ്റയിൽ അനിൽകുമാർ ജയിക്കും. നല്ല വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ജയിക്കും. ചാൻസ് ഉണ്ട്. സിദ്ദീഖിന്റെ പ്രവർത്തനം മോശം എന്നാണ് താങ്കൾ പറയുന്നത്. അത് ചോദിക്കാൻ ഉറപ്പുള്ള കാര്യമല്ലേ. അതായത് എന്ത് വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല. സത്യത്തിൽ പറയുന്നതൊക്കെ നോണേ. മുൻതൂക്കം കാണുന്ന UDF-നല്ലേ, പഴയ MLA കൂടിയാണല്ലോ സിദ്ദീഖ്. സിദ്ദീഖിന് വീണ്ടും MLA ആയിട്ട് വരുന്നുള്ളതാണ് പ്രതീക്ഷ. ഉറപ്പ് നമുക്ക് പറയാൻ പറ്റും. സംസ്ഥാന ഭരണത്തെ എങ്ങനെ കാണുന്നു കഴിഞ്ഞ 10 കൊല്ലത്തെ? സംസ്ഥാനത്തെ ഭരണത്തെ പറ്റിയൊന്നും പറയാതിരിക്കാൻ. റോഡിൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ, ഇമ്മാതിരി കോലാണ് റോഡിൻ്റെ. ചേട്ടാ, ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ ആരാ അധികാരത്തിലെത്താ? അതുപോലെ തന്നെ കൽപ്പറ്റയിൽ ആര് ജയിക്കും? കൽപ്പറ്റയിൽ അനിൽകുമാർ. അപ്പോൾ T സിദ്ദീഖ് തോക്കുന്നാണ് താങ്കൾ പറയുന്നത്. MLA എന്ന രീതിയിൽ പുള്ളിന്റെ പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നു? വളരെ മോശമാണ്, ഒരു പ്രവർത്തനവുമില്ല. താങ്കളുടെ അഭിപ്രായം എന്താ? കേരളം LDF മൂന്നാമതും നോക്കും. തീർച്ചയായും LDF തന്നെ മൂന്നാമതും അധികാരത്തിലെത്തും. അപ്പോൾ കൽപ്പറ്റയിൽ ആര് ജയിക്കുക? കൽപ്പറ്റ അനിൽകുമാർ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. അപ്പോൾ സിറ്റിംഗ് MLA തോക്കുന്നാണ് താങ്കൾ പറയുന്നത്. സിറ്റിംഗ് MLA നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന് എടുത്തു പറയത്തക്കതായിട്ട് ഒരു വികസന പ്രവർത്തനവും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് കാണാൻ കഴിയും. കൽപ്പറ്റ ആര് ജയിക്കുന്നത്? LDF ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും. പിന്നെ കൽപ്പറ്റയിൽ അനിൽകുമാർ. T സിദ്ദീഖിന്റെ പ്രവർത്തനം മോശമാണെന്നാണ് താങ്കൾ പറയുന്നത് MLA ആയിട്ടുള്ളത്? T സിദ്ദീഖിൻ്റെ പ്രവർത്തനം വളരെ മോശം തന്നെയാണ്. പുതിയതായിട്ടുള്ള ഒരു പദ്ധതികളെ മൂപ്പര് കൊണ്ടുവന്നിട്ടില്ല. അധികാരത്തിൽ UDF വരണം എന്നാണ് നമ്മൾ ആഗ്രഹം. പിന്നെ കൽപ്പറ്റയിൽ സിദ്ദീഖ് ഒരു 15,000 വോട്ടിന്റെ ലീഡിന് കൽപ്പറ്റ തൂക്കും, അതിലൊരു സംശയവും. കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് വേണ്ടത്. കൽപ്പറ്റയിൽ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF കേരളത്തിൽ അധികാരം. കൽപ്പറ്റയിൽ വീണ്ടും T സിദ്ദീഖ് MLA വരുന്നു. തീർച്ചയായിട്ടും വരും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി സിദ്ദീഖ് നിയമസഭയിലെത്തും. കൽപ്പറ്റ ആര് ജയിക്കുമെന്ന് വിശ്വസിക്കുന്നത്? സിദ്ദീഖ്. കാരണം നല്ലൊരു വ്യക്തിയാണ്. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഓടിച്ചെല്ലാൻ പറ്റിയ ഒരാളാണ്. നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ജനങ്ങൾ എങ്ങനെ ചെയ്യുന്നു, രാഷ്ട്രീയക്കാരാണ്. ജനങ്ങൾ ആർക്ക് ആരെ ഭാഗത്ത് നീങ്ങുന്നു അതേപോലെ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്ന ഒരാളാണ്. അതെ.